നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയം ദുരവസ്ഥയിൽ. നഗരമധ്യത്തിലുള്ള സ്റ്റേഡിയത്തിന്റെ മരണമണി മുഴങ്ങാറായിട്ടും അധികൃതർ കണ്ടഭാവം നടിക്കുന്നില്ലെന്ന് പരാതി. കോർപ്പറേഷന്റെ അനാസ്ഥയ്ക്കെതിരെ കായിക താരങ്ങളും പരിശീലകരും സ്പോർട്സ് പ്രേമികളും പ്രതിഷേധത്തിൽ. ദേശീയപാതയിലെ തൃശൂർ ആമ്പല്ലൂർ ജംഗ്ഷനിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. മരിച്ചത് പാലക്കാട് ആലത്തൂർ സ്വദേശി 25 വയസ്സുള്ള നൌഫൽ. കനത്ത മഴയിൽ വടക്കാഞ്ചേരി എങ്കക്കാട് വയോധികയുടെ വീട് തകർന്നു വീണു. കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ക്ഷേമരാഷ്ട്രമെന്ന സങ്കല്പം പോലും കേന്ദ്ര സർക്കാർ മായ്ച്ചു കളയുകയാണെന്ന് കെ പ്രേംകുമാർ MLA. പാലക്കാട്ട് ജോയിന്റ് ഫോറം ഓഫ് ബാങ്ക് റിട്ടയറീസ് കേരളയുടെ അവകാശ ദിനാചരണം. പെൻഷൻ സംവിധാനം കാലോചിതമായി പരിഷ്കരിക്കണമെന്നും പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കണമെന്നും മുഖ്യ ആവശ്യം. വാർത്തകൾ വിശദമായി. ചരിത്ര പ്രാധാന്യമുള്ള തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയം ദുരവസ്ഥയിൽ. നഗരമധ്യത്തിലുള്ള സ്റ്റേഡിയത്തിന്റെ മരണമണി മുഴങ്ങാറായിട്ടും അധികൃതർ കണ്ടഭാവം നടിക്കുന്നില്ല. സ്റ്റേഡിയത്തിന്റെ നിലവിലെ സ്ഥിതി കായിക താരങ്ങൾക്കും പരിശീലകർക്കും സ്പോർട്സ് പ്രേമികൾക്കും വേദനയാണ്. മഴക്കാലമായതോടെ ചളിക്കുളമായ ട്രാക്ക്, ചുറ്റും വളർന്നു നിൽക്കുന്ന പുല്ലുകൾ, നശിച്ചുകൊണ്ടിരിക്കുന്ന ടർഫ്, ഇതൊക്കെയാണ് തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. 2015 കേരളത്തിൽ നടന്ന 35ാമത് ദേശീയ ഗെയിംസിന്റെ ഭാഗമായാണ് സ്റ്റേഡിയത്തിൽ സിന്തറ്റിക് ടർഫ് നിർമ്മിച്ചത്. 5 വർഷത്തെ ഗ്യാരണ്ടി. പറഞ്ഞ കാലത്തേക്കാൾ കൂടുതൽ അതിജീവിച്ചു. ഇക്കാണുന്ന ടർഫിൽ ഇന്ന് കളിച്ച് പരിക്കേൽക്കാതിരുന്നാൽ തന്നെ ഭാഗ്യം. കൃത്യസമയത്ത് അറ്റകുറ്റപ്പണികൾ നടത്താതിരുന്നതാണ് ട്രാക്കിന് ഒപ്പം ടർഫിൻ്റെയും നാശത്തിന് കാരണമായത്. ഗ്രൗണ്ടിന് ചുറ്റുമുള്ള വേലി തുരുമ്പെടുത്ത് ദ്രവിച്ചു. ആർക്കും ഗ്രൗണ്ടിലേക്ക് കയറാമെന്ന സ്ഥിതിയാണിപ്പോൾ. കാണികളിരിക്കുന്ന ഗാലറിയുടെ അവസ്ഥയാണെങ്കിൽ അതിലും മോശം. പെയിൻ്റ് അടിച്ചിട്ട് പോലും വർഷങ്ങളായി. ടർഫ് ഉൾപ്പെടെ നിലനിൽക്കണമെങ്കിൽ ശരിയായ പരിപാലനം അനിവാര്യമാണ്. സ്റ്റേഡിയത്തിൻ്റെ നിയന്ത്രണമുള്ള കോർപ്പറേഷന് തന്നെയാണ് പരിപാലനത്തിൻ്റെയും ചുമതല. കളിക്കുന്ന ക്ലബ്ബുകൾ, ടീമുകൾ എന്നിവരിൽ നിന്ന് കോർപ്പറേഷന് വാടക ലഭിക്കുന്നുണ്ടെങ്കിലും വരുമാനം സ്റ്റേഡിയത്തിൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നില്ലെന്നാണ് പരാതി. ടർഫിൽ തുടർന്നും കളിക്കുന്നത് താരങ്ങളുടെ ഭാവി പ്രതിസന്ധിയിലാക്കുമെന്ന് പരിശീലകരും പറയുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ദേശീയപാതയിലെ തൃശൂർ ആമ്പല്ലൂർ ജംഗ്ഷനിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. പാലക്കാട് ആലത്തൂർ സ്വദേശി 25 വയസ്സുള്ള നൌഫലാണ് മരിച്ചത്. പുലർച്ചെ 2 മണിയോടെയായിരുന്നു അപകടം. ചാലക്കുടി ഭാഗത്തു നിന്ന് വന്ന ലോറി ആമ്പല്ലൂർ സെൻട്രലിൽ നിന്ന് കല്ലൂർ റോഡിലേക്ക് തിരിയുന്നതിനിടെ തൃശൂർ ഭാഗത്തു നിന്ന് വന്ന ബൈക്ക് ലോറിയിൽ ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ നൌഫലിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. എറണാകുളത്തെ കൊറിയർ സർവീസിലെ ജീവനക്കാരനാണ് നൌഫൽ. വീട്ടിൽ നിന്ന് ജോലിസ്ഥലത്തേക്ക് പോകുന്നതിനിടെയാണ് അപകടം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ശക്തമായ മഴയിൽ വടക്കാഞ്ചേരി എങ്കക്കാട് വീട് തകർന്നു വീണു. എങ്കക്കാട് സ്വദേശി പാറുവിന്റെ വീടാണ് തകർന്നത്. വീട്ടുകാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വീട് വീഴുന്ന സമയത്ത് 85-കാരിയായ പാറുവും മകൻ ബാലനുമാണ് അകത്തുണ്ടായിരുന്നത്. പാറു വീടിനകത്ത് കിടക്കുകയായിരുന്നു. ഓടിട്ട വീടിന്റെ ചുമരുകൾ ഇടിഞ്ഞ് മേൽക്കൂര തകരുന്നതിനിടെ ബാലൻ പാറുവിനെ എടുത്ത് പുറത്തെത്തിച്ചതിനാൽ വലിയ അപകടം ഒഴിവായി. എങ്കക്കാട് വില്ലേജ് ഓഫീസർ, വാർഡ് കൗൺസിലർ ഷീല മുരളി, മറ്റ് നഗരസഭാ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സ്ഥലത്തെത്തി. വീട് വീണതോടെ താമസയോഗ്യമല്ലാത്ത വീട്ടിൽ നിന്ന് ഇവരെ മാറ്റിപ്പാർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കനത്ത മഴയെ തുടർന്ന് പാലക്കാട് കുളപ്പള്ളി സംസ്ഥാന പാതയിലെ കിഴക്കഞ്ചേരി കാവിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ കിണർ തകർന്നു. പറളി കല്ലിങ്കൽ കൃഷ്ണ വിഹാറിൽ ഉണ്ണികൃഷ്ണന്റെ ഉടമസ്ഥതയിലുള്ള ഹോട്ടലിനു സമീപത്തെ കിണറാണ് തകർന്നത്. പറളി പാന്തമ്പാടം കല്ലിങ്കൽ കൃഷ്ണവിഹാറിൽ ഉണ്ണികൃഷ്ണന്റെ ഉടമസ്ഥതയിലുള്ള കിഴക്കഞ്ചേരിക്കാവിലെ ഹോട്ടലിനോടനുബന്ധിച്ചുള്ള കിണറാണ് തകർന്നത്. ഹോട്ടൽ കെട്ടിടത്തിന്റെ 50 മീറ്റർ മാത്രം അകലെയുള്ള 40 അടി താഴ്ചയുള്ള കിണറാണ് വൻ ശബ്ദത്തിൽ ഇടിഞ്ഞു താഴ്ന്നത്. കിണർ തകർന്നതിലൂടെ 2 ലക്ഷം രൂപയോളം നഷ്ടം സംഭവിച്ചതായി ഉടമ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ക്ഷേമരാഷ്ട്രമെന്ന സങ്കല്പം പോലും കേന്ദ്ര സർക്കാർ മായ്ച്ചു കളയുകയാണെന്ന് കെ പ്രേംകുമാർ MLA. പാലക്കാട്ട് ജോയിന്റ് ഫോറം ഓഫ് ബാങ്ക് റിട്ടയറീസ് കേരളയുടെ അവകാശ ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MLA. 30 വർഷം മുമ്പുള്ള ആനുകൂല്യം നൽകുന്ന സർക്കാർ ഇപ്പോഴത്തെ ജീവിത ചെലവ് കാണുന്നില്ല. 5 വർഷത്തിലൊരിക്കൽ പെൻഷൻ പരിഷ്കരിക്കണമെന്നതിൽ നിന്ന് ബാങ്കിംഗ് മേഖലയെ അകറ്റി നിർത്തുന്നത് അപരിഷ്കൃതമാണെന്നും MLA ചൂണ്ടിക്കാട്ടി. പെൻഷൻ സംവിധാനം കാലോചിതമായി പരിഷ്കരിക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു അവകാശ ദിനാചരണം. അവസരങ്ങളെ ശക്തിപ്പെടുത്താനുള്ള നീക്കമല്ലേ നടത്തേണ്ടത്? ഇവിടെ ഇപ്പോൾ റിട്ടയറീസ് എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. കുറച്ചു കാലം കഴിഞ്ഞാൽ റിട്ടയറീസ് ഉണ്ടാവില്ല. എന്താ കാരണം? ഡെയിലി വേജിന് ആളെ വയ്ക്കുക.
ഡെയിലി വേജിൽ ആളെ വെച്ചാൽ പിന്നെ എന്ത് റിട്ടയർമെന്റ് ആണുള്ളത്? നിങ്ങൾക്കെല്ലാം ചെറുതെങ്കിലും മാന്യമായ ഒരു റിട്ടയർമെന്റ് കിട്ടി. ഇന്ന് ബാങ്കിംഗ് മേഖലയിൽ ദൈനംദിനമായ ജോലിക്ക് വരുന്ന ആളുകളുടെ എണ്ണം എത്രയാ? നമ്മുടെ നാട്ടിൽ അർഹതപ്പെട്ടവർ, യോഗ്യതയുള്ളവർ, ആ ജോലിയിൽ സ്ഥിരമായി കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ളവർ, ശേഷിയുള്ളവർ ഇല്ലാഞ്ഞിട്ടാണോ? SBI പെൻഷനേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി രാധാകൃഷ്ണൻ പുല്ലഞ്ചേരി, VS കൃഷ്ണൻ, കൺവീനർ S ബാലകൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി KP മോഹൻദാസ്, V ശ്രീറാം, ബൈജു ജയപ്രകാശൻ, സജി O വർഗീസ്, M സതീശൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂരിൽ ഡിവൈഎഫ്ഐ യു വിനോദ് കുമാറിനെ അനുസ്മരിച്ചു. അനുസ്മരണ യോഗം സംസ്ഥാന പ്രസിഡന്റ് V വസീഫ് ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ ഷൊർണൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് യു വിനോദ് കുമാർ അനുസ്മരണം സംഘടിപ്പിച്ചത്. ഡിവൈഎഫ്ഐ ഷൊർണൂർ വില്ലേജ് ജോയിന്റ് സെക്രട്ടറിയും SFI ഏരിയ സെക്രട്ടറിയുമായിരുന്നു യു വിനോദ് കുമാർ. അനുസ്മരണ യോഗം ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് V വസീഫ് ഉദ്ഘാടനം ചെയ്തു. എഴുതി വച്ചിരിക്കുന്നു, പക്ഷേ ഒരു മാധ്യമങ്ങളിലും ഇന്ന് രാത്രി അത് ചർച്ചയ്ക്കുണ്ടാവില്ല, അത് ഉറപ്പാണ്. കാരണം SFIയെ കുറിച്ച് നല്ലത് പറയാൻ, അല്ലെങ്കിൽ SFIയുടെ മുകളിൽ അരുതാത്തത് അടിച്ചേൽപ്പിക്കുന്നത് ചർച്ച ചെയ്യാൻ മാധ്യമങ്ങൾക്കുള്ള താല്പര്യം SFIക്കുള്ള നന്മ പറയാൻ ഉണ്ടാകില്ല എന്നുള്ളതാണ്. അതോടൊപ്പം എനിക്ക് പറയാനുള്ളത്, SFI നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന കുട്ടികളിൽ ഏറെക്കുറെ കുട്ടികളും നീറ്റ് എഴുതിയവരായിരിക്കും അല്ലേ? നീറ്റ് എഴുതിയവരുണ്ടോ? അനുമോദനം വാങ്ങാൻ വന്നതിൽ നീറ്റ് എഴുതിയവരുണ്ടോ? നെറ്റ് എഴുതിയവരുണ്ടോ? നെറ്റ് എഴുതിയവരില്ല. ഡിഗ്രി PG കഴിഞ്ഞ് നെറ്റ് എഴുതിയവരും നീറ്റ് എഴുതിയവരും ഒക്കെ ഉണ്ടാകും. ഈ നെറ്റ് പരീക്ഷ നമ്മുടെ രാജ്യത്ത് മുമ്പെങ്ങുമില്ലാത്ത തരത്തിലേക്ക് നെറ്റും നീറ്റും പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. CPM ലോക്കൽ സെക്രട്ടറി ND ദിൻഷാദ് അധ്യക്ഷത വഹിച്ചു. MP ശോഭ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. CPM ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ്, ഏരിയ കമ്മിറ്റി അംഗം MK ജയപ്രകാശ്, ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് K രാഹുൽദാസ്, സെക്രട്ടറി C രാകേഷ്, ഷൊർണൂർ മേഖലാ പ്രസിഡന്റ് KU വിവേക്, സെക്രട്ടറി MK ഉണ്ണികൃഷ്ണൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് ശലീഷ ശങ്കർ, SFI ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി TM ദുർഗാദാസ് എന്നിവർ സംസാരിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ചടങ്ങിൽ അനുമോദിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് എടത്തറ അഞ്ചമ്മയിൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കല്ലേക്കാട് മാതൃസ്നേഹ സദനത്തിലെ അന്തേവാസികൾക്ക് സ്നേഹവിരുന്നൊരുക്കി. സ്നേഹവിരുന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് EK ജസീൽ, C വിനയൻ മാസ്റ്റർ, H അബ്ദുള്ള, അച്യുതൻകുട്ടി, K മണികണ്ഠൻ, ലിബിൻ വലിയപറമ്പിൽ, സുബൈർ കല്ലൂർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. ഉദ്ഘാടനവും സമ്മാനദാനവും P മമ്മിക്കുട്ടി MLA നിർവഹിച്ചു. 2024 THSLC പരീക്ഷയിൽ 100% വിജയം നേടിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഷൊർണൂർ THSൽ വിജയോത്സവം സംഘടിപ്പിച്ചത്. അനുമോദന ചടങ്ങിന്റെ ഉദ്ഘാടനവും സമ്മാനദാനവും P മമ്മിക്കുട്ടി MLA നിർവഹിച്ചു. നമ്മുടെ ഈ സ്ഥാപനം നമ്മുടെ സംസ്ഥാനത്ത് തന്നെ LGS എന്ന് പറയുന്ന നിലവാരത്തിൽ എല്ലാ സമയത്തും ഉന്നതമായ സ്ഥാനം അലങ്കരിച്ചിട്ടുള്ള പാരമ്പര്യമുള്ള ഈ സ്ഥാപനം, ആ പാരമ്പര്യം ഇനിയും തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കൂട്ടായ പരിശ്രമം നടത്തണമെന്നുണ്ട്. കഴിഞ്ഞ പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജയിച്ച ആളുകൾ, പരീക്ഷ ഇതിൻ്റെ ഒരു ടേണിംഗ് പോയിന്റാണല്ലോ, ഏത് മേഖലയിലാണെങ്കിലും ആ ടേണിംഗ് പോയിന്റിലെ പരീക്ഷയിൽ അറ്റൻഡ് ചെയ്ത് അതിൽ വിജയം വരിച്ച് ഭാവി കാര്യങ്ങളെ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നതിലേക്ക് വഴിതിരിഞ്ഞ് പോകുന്നതിന് സഹായകമായ നിലയിലുള്ള ദിശാബോധം ഈ സ്ഥാപനത്തിന് കയ്യിൽ കഴിഞ്ഞിട്ടുണ്ട്. ചടങ്ങിൽ ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. സൂപ്രണ്ടും PTA പ്രസിഡന്റുമായ പ്രസാദ് തോമസ് സ്വാഗതം പറഞ്ഞു. നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM ലക്ഷ്മണൻ മുഖ്യപ്രഭാഷണം നടത്തി. വാർഡ് കൗൺസിലർ TK ബഷീർ അനുമോദന സന്ദേശം നൽകി. PTA വൈസ് പ്രസിഡന്റ് M രാമദാസ്, VHSC പ്രിൻസിപ്പാൾ NR ഗീത, പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി CP ജയൻ, എഞ്ചിനീയറിംഗ് ഇൻസ്ട്രക്ടർ ലിൻസൺ ആന്റണി, PTA അംഗം ബിന്ദു, സ്മിത ടീച്ചർ, VB രാജീവ്, EM സന്ദീപ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മണ്ണൂർ AUP സ്കൂളിൽ സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടന്നു. സ്കൂളിലെ സാമൂഹ്യശാസ്ത്ര ക്ലബിന്റെ നേതൃത്വത്തിലാണ് തിരഞ്ഞെടുപ്പ് സംഘടിപ്പിച്ചത്. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ് തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ വിലയിരുത്തി.
കുട്ടികളിൽ ജനാധിപത്യബോധം ഊട്ടിയുറപ്പിക്കാൻ ഏറെ ഫലപ്രദമാവുന്ന വിധത്തിൽ ദിവസങ്ങൾ നീണ്ടുനിന്ന ഇലക്ഷൻ പ്രചരണങ്ങൾക്കും നിശബ്ദ പ്രചരണങ്ങൾക്കും സമാപനം കുറിച്ചുകൊണ്ടാണ് സ്കൂൾ ലീഡർ, ഡെപ്യൂട്ടി ലീഡർ, സാംസ്കാരിക വകുപ്പ് മന്ത്രി, ആരോഗ്യമന്ത്രി എന്നീ സ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നത്. ഏതൊരു ഏകാധിപതിയായ ഭരണാധികാരിയും ജനങ്ങൾക്ക് മുന്നിൽ തല താഴ്ത്താനും അവരെ ബഹുമാനിക്കാനും അവരുടെ വാക്കുകളിൽ, അവരുടെ പ്രവർത്തനങ്ങളിൽ, അവരുടെ ഓരോ കാര്യങ്ങളിലും അവർ വിനീതനാകുന്നത് ഈ ജനാധിപത്യത്തിൻ്റെ അതിശക്തമായ ആ പേടി ഉള്ളത് കൊണ്ട് തന്നെയാണ്. തുടർന്ന് ഫലപ്രഖ്യാപനവും ആഹ്ലാദ പ്രകടനവും നടന്നു. ഹെഡ്മിസ്ട്രസ് ടി.എ. ഷെരീഫ, കെ.എം. അബ്ദുൽ ഹക്കീം, എസ്. അജിത് കുമാർ, കെ.ആർ. ദീപു, എസ്. അനിത, പി. ഉമാദേവി, ശ്രീലജ, ഗ്രീഷ്മ, ബീന, ഗീത, എം.ടി. ഷിഹാബുദ്ദീൻ, കെ.എൻ. അമൽശങ്കർ എന്നിവർ പങ്കെടുത്തു. പി.എസ്. സ്വാതി മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായാണ് തിരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചത്. ആർ. അർച്ചന, സിജിൻ, അർജുൻ കൃഷ്ണ, മുഹമ്മദ് നിഷാദ് എന്നിവർ തിരഞ്ഞെടുപ്പിൽ വിജയികളായി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയം ദുരവസ്ഥയിൽ. നഗരമധ്യത്തിലുള്ള സ്റ്റേഡിയത്തിന്റെ മരണമണി മുഴങ്ങാറായിട്ടും അധികൃതർ കണ്ടഭാവം നടിക്കുന്നില്ലെന്ന് പരാതി. കോർപ്പറേഷന്റെ അനാസ്ഥയ്ക്കെതിരെ കായിക താരങ്ങളും പരിശീലകരും സ്പോർട്സ് പ്രേമികളും പ്രതിഷേധത്തിൽ. ദേശീയപാതയിലെ തൃശൂർ ആമ്പല്ലൂർ ജംഗ്ഷനിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. മരിച്ചത് പാലക്കാട് ആലത്തൂർ സ്വദേശി 25 വയസ്സുള്ള നൌഫൽ. കനത്ത മഴയിൽ വടക്കാഞ്ചേരി എങ്കക്കാട് വയോധികയുടെ വീട് തകർന്നു വീണു. കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ക്ഷേമരാഷ്ട്രമെന്ന സങ്കല്പം പോലും കേന്ദ്ര സർക്കാർ മായ്ച്ചു കളയുകയാണെന്ന് കെ. പ്രേംകുമാർ MLA. പാലക്കാട്ട് ജോയിന്റ് ഫോറം ഓഫ് ബാങ്ക് റിട്ടയറീസ് കേരളയുടെ അവകാശ ദിനാചരണം. പെൻഷൻ സംവിധാനം കാലോചിതമായി പരിഷ്കരിക്കണമെന്നും പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കണമെന്നും മുഖ്യ ആവശ്യം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.